ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹീറോ ഡെസ്റ്റിനി വണ്ടിയാണ്. അത് നമ്മൾ സർവീസിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കസ്റ്റമർ 2-3 കംപ്ലയിൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട്, സ്ലോ സ്പീഡിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ്, ഹാൻഡിൽ തിരിക്കുമ്പോൾ വണ്ടി മൂവ് ആകുന്നില്ല, പിന്നെ ഫ്രണ്ടിൽ ഇടക്കം, ജനറൽ സർവീസ്, ഓയിൽ ചെക്കപ്പ്, പിന്നെ അതുപോലെ വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് കേട്ടോ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ സൈഡ് നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ സൈഡ് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേരിയേറ്റർ ബോഡി അതുപോലെ അതിൻ്റെ ഈ ബോസ് ഡ്രൈവും മാറണം. അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഷേക്കിൽ ഓടിയിട്ട് തന്നെ അതിൻ്റെ ഒരു തുരുമ്പ് കണ്ടോ, തുരുമ്പിൻ്റെ ഒരു റെഡ് കളർ കാണും, ഒരു തുരുമ്പിൻ്റെ അംശമാണ്. അപ്പോൾ അത് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. അതിൻ്റെ റോളർ വെയിറ്റ് ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അതുപോലെ അതിൻ്റെ ഈ പീസസ് സ്ലൈഡ് പറയും, അതും മാറ്റി റീസെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ക്ലച്ച് ഓട്ടോ ക്ലച്ചാണ്, അത് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഏഴ് വർഷം കഴിഞ്ഞതിൽ കുറേ സ്ക്രാച്ചൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് ക്ലച്ചിന് കൂടുതൽ പുള്ളിങ്ങൊക്കെ കിട്ടാൻ വേണ്ടി ചില വർഷമൊക്കെ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലച്ച് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. നിലവിൽ വേറെ ക്ലച്ചിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റിനായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഹീറോൻ്റെ കമ്പനി ബെൽറ്റ് തന്നെയായിട്ട് കിടക്കുന്നത്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്ക് വീൽ ഞാൻ അയക്കാത്ത, ഞാൻ ഫ്രണ്ട് വീൽ അയച്ച് നിർത്തിയത് കൊണ്ടാണ് ബാക്ക് വീൽ അയച്ചത്. അത് കഴിഞ്ഞാൽ ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് അതിൻ്റെ ബ്രേക്ക് ഷോക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്തുകൊണ്ടും, എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ സ്ലോ സ്പീഡിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിരിക്കും. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഇളക്കൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഫ്രണ്ട് ഇളക്കം മെയിനായിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ ബോഡി ഇടക്കം ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുകയാണ്. ഈ ഇന്നർ പാനലൊക്കെ ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുക, അതിൻ്റെ ഒരു ബോഡി വൈബ്രേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ഹാൻഡിലിൻ്റെ ബെയറിങ് ചെറിയ ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. ഫ്രണ്ടിലത്തെ ഇളക്കം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല, അതൊക്കെ പാർട്സുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ട് ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞത്, അത് ഈ 2 കേബിളിൻ്റെ കംപ്ലയിൻ്റാണ്. ഈ ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ 2 ബ്രേക്കിൻ്റെ കേബിൾ മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ 2 ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മൾ ആ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2024 ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നിലയിൽ വേറെ സെൽഫിന് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും കാണിക്കില്ല. എന്നാലും ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.15 ആ റേഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബാറ്ററി ഓക്കെ ആയിട്ട് കിടക്കണം, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പ്ലഗ് നല്ല പ്ലഗാണ്, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ പറയും, അത് നമുക്ക് മാറ്റാറായിട്ട് കേട്ടോ. അത് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സെക്കൻഡറി ഫിൽറ്റർ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടെ ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലാണ് ഈ ഭാഗം കൊണ്ട് പൊട്ടിയിട്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ആ ഫ്രണ്ടിലെ ഇടക്കത്തിൻ്റെ മെയിനായിട്ടുള്ള കാരണം. താൽക്കാലികമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിലവിൽ തന്നെ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിന് നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ ഫ്രണ്ടിലെ 2 ബ്രേക്കിൻ്റെ കേബിള്, അതുപോലെ ബോഡി, വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ അതുപോലെ ബസർ ഫിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് വേറെ എസ്റ്റിമേറ്റ്. അപ്പോൾ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ കേട്ടോ. ഓക്കെ.